അടുത്തത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. വരാൻ പോകുന്ന ടീമിനെ കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ. ചരിത്രത്തെയും മിത്തുകളെയും നൃത്തരൂപത്തിൽ അവതരിപ്പിച്ച് നൃത്തലോകത്ത് വ്യത്യസ്തത തേടുന്ന ഡാൻസ് സ്കൂൾ നടനം സ്കൂൾ ഓഫ് ഡാൻസ്. കലാമണ്ഡലം നയന രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ നൃത്തവിദ്യാലയം ഇന്ന് 100-ലധികം വിദ്യാർത്ഥികളെ കൊണ്ട് സമ്പന്നമാണ്. 7 വർഷമായി എറണാകുളം വൈപ്പിനിൽ സജീവമായി നിലകൊള്ളുന്ന ഈ ഡാൻസ് സ്കൂൾ കേരളത്തിനകത്തും പുറത്തും ഇന്നറിയപ്പെടുന്ന ഒരു കലാകേന്ദ്രം കൂടിയാണ്. അയ്യപ്പന്റെ ചരിത്രം നൃത്തരൂപത്തിൽ അവതരിപ്പിക്കുന്ന ഹരിവരാസനം എന്ന നൃത്താവിഷ്കാരവുമായാണ് നടനം സ്കൂൾ ഓഫ് ഡാൻസിലെ ചുണക്കുട്ടികൾ ഉത്സവവേദിയിലേക്ക് എത്തുന്നത്. ദിനംപ്രതി ഉയരങ്ങളിലേക്ക് കുതിക്കുന്ന നടനം സ്കൂൾ ഓഫ് ഡാൻസിനെ കോമഡി ഉത്സവവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണകീർത്തനം ശക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ. പ്രണയസത്യകം പ്രാണനായകം പ്രണതകൽപകം സുപ്രഭാഞ്ജിതം പ്രണവമന്ദിരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ. തുരഗവാഹനം സുന്ദരാനനം വരഗരായുധം വേദവർണിതം ഗുരുകൃപാകരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ. ത്രിഭുവനാർച്ചിതം ദേവതാത്മകം ത്രിനയനം പ്രഭും ദിവ്യദേശികം ത്രിദശപൂജതം ചിന്തിതപ്രദം
ഹരിഹരാത്മജം ദേവമാശ്രയേ. ഭാവുകാവഹം ഭുവനമോഹനം ഭൂതിഭൂഷണം ധവളവാഹനം ദിവ്യവാരണം ഹരിഹരാത്മജം ദേവമാശ്രയേ. ഹരിഹരാത്മജം സ്വാം ശരണമയ്യപ്പ. ശ്രുതജനപ്രിയം ചിന്തിതപ്രദം ശ്രുതിവിഭൂഷണം സാധുജീവനം ശ്രുതിമനോഹരം ഗീതലാലസം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണമയ്യപ്പ. സത്യമായ പൊന്നു 18-ാം പടിമുകളിൽ പൊന്നും തൃക്കോവിലകത്ത് രത്നഭൂഷാദികൾ അണിഞ്ഞ് ചിന്മുദ്രാഹസ്തനായി യോഗഭട്ടബന്ധിതനായി കോടാനുകോടി ഭക്തന്മാരുടെ മാനസപൂജയും നെയ്യഭിഷേകവുമേറ്റ് പത്മപീഠത്തിൽ യോഗാസനത്തിൽ അമർന്നരുളും നിത്യബ്രഹ്മചാരി ശ്രീഭൂതനാഥൻ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടനായകൻ ശത്രുസംഹാരമൂർത്തി സേവിപ്പോർക്കാനന്ദമൂർത്തി അദ്വൈതഗാത്രൻ സമന്വയനേത്രൻ പാണ്ഡിമലയാളം അടക്കി വാണിരിക്കും കലിയുഗവരതൻ ശബരിമല ശ്രീധർമ്മശാസ്താവ് സമസ്താപരാധവും പുറത്തു കാത്തുരക്ഷിക്കണം. ഓം ശ്രീ ഹരിഹരസുതനാനന്ദജിത്തനയ്യനയ്യപ്പ സ്വാമിയേ സ്വാമിയേ. ശരണമയ്യപ്പ ശരണമയ്യപ്പ ശരണമയ്യപ്പ. അപ്പോ നിങ്ങളെ പഠിപ്പിച്ച മാഷ് ആരാണ്? കലാമണ്ഡലം നയന ടീച്ചർ. കലാമണ്ഡലം നയന ടീച്ചർ ഒന്ന് വേദിയിലേക്ക് വരൂ. ശരിക്കും ഭക്തി സാന്ദ്രമായി കേട്ടോ വെന്യൂ. ആ രീതിയിൽ നിങ്ങൾ കൊണ്ടെത്തിച്ചു. ഈ സെറ്റ് ഉൾപ്പെടെ എല്ലാ സാധനവും നിങ്ങളാ ചെയ്തത് അല്ലേ? കലക്കി കേട്ടോ, മനസ്സിലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കോമഡി ഉത്സവത്തിൻ്റെ വേദിയിൽ ഇത് കോമഡി ഉത്സവമാണ് എന്നുള്ളത് മറന്നുപോയത്. കാരണം ഞാൻ ശബരിമലയിൽ ഇതുവരെയായിട്ട് പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല എന്തായാലും. പക്ഷേ ശബരിമല ഇവിടെ എത്തിച്ചു. അത് പൂർണ്ണമായിട്ട് നമുക്ക് അതിൻ്റെ ഭക്തി എന്താണെന്നും അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അത് സാധിച്ചത് നിങ്ങൾക്കാണ്. ഇത്രയും കാലഘട്ടമായിട്ട് പല കലാരൂപങ്ങളും പലതും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ആസ്വദിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ഫീല് കിട്ടിയ ഒരു ഡാൻസ് ആദ്യമായിട്ടാണ് ചെയ്തത്. എല്ലാവരും നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ്.
ഒരാൾ പോലും ഡാൻസിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ ഒരു മൂഡിൽ നിന്ന് മാറി ആരും ഉണ്ടായില്ല. എല്ലാവരെയും ഒരേപോലെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. എടുത്തു പറയേണ്ടത് നമ്മുടെ അയ്യപ്പൻ്റെ പെർഫോമൻസ്. എന്താ മോൻ്റെ നിൻ്റെ പേര്? നന്ദന. മോളാണല്ലേ? അയ്യപ്പനാണെന്ന് തോന്നിയല്ലേ? ആ, അത് അയ്യപ്പനായിട്ട് തന്നെ. കാരണം അതിനിടയിൽ നമ്മൾ ആ പുലിയൊക്കെ ആയിട്ട് വരില്ലേ, പുലിക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട്, അത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. പക്ഷേ ആ ഹരിവരാസനത്തിൻ്റെ ആ സീക്വൻസ് കഴിഞ്ഞ് ദാസേട്ടൻ്റെ വേറൊരു മൂഡിലേക്കുള്ള ഒരു പാട്ട് എടുത്ത് അതിന് ശേഷമാണ് നട തുറക്കുന്ന സീക്വൻസ് നിങ്ങൾ ചെയ്തപ്പോൾ ശരിക്കും നമ്മൾ ശബരിമല ശ്രീകോവിലിന് മുമ്പിൽ നിന്ന പോലുള്ള ഒരു അതേപോലുള്ള ഒരു ഫീല് നമുക്ക് വന്നു എന്നുള്ളതാണ്. ദാസേട്ടൻ്റെ പാട്ട്, അതിൻ്റെ ആ ശബ്ദം, അദ്ദേഹത്തിൻ്റെ ആ പാട്ടിലുള്ള ഭക്തി എന്നൊക്കെ പറയുന്നത് പറയേണ്ട കാര്യമില്ല. നമ്മുടെ കണ്ണറിയാതെ നിറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അത് എന്താ പറയുന്നത്, അതിൽ നിങ്ങൾ നമ്മുടെ ഈ കൊറിയോഗ്രാഫി ചെയ്ത ടീച്ചർ പൂർണ്ണമായിട്ടും വിജയിച്ചു. കയ്യിലിരിക്കുന്ന എല്ലാം എന്താ പറയുന്നത് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. അവരിവിടെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ഒരു നമ്മുടെ സെറ്റിൻ്റെ പടിപൂജയായിട്ട് നമുക്കിത് കാണാം. ഇത്രയും വർണ്ണാഭമായൊരു കാഴ്ച ഇനി പറഞ്ഞ പോലെ ശബരിമല ശ്രീകോവിൽ ഇവിടെ കൊണ്ടുവന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ. അടിപൊളിയായിരുന്നു. മക്കളെ അടിച്ചു പൊളിച്ചിട്ടാ, തകർത്തിട്ടുണ്ട്. ആ ഭക്തി ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റി. കാരണം അയ്യപ്പൻ്റെ ആ ചരിത്രം, മണികണ്ഠനെ കിട്ടുന്നതും, അതുപോലെ തന്നെ നമ്മുടെ പുലിപ്പാലിന് പോയിട്ട് ആ പുലിയുടെ ഫാമിലിയെ കാണിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നതും അതൊക്കെ ഭയങ്കര കളർഫുള്ളായിരുന്നു, കാണാനായിരുന്നു കൗതുകമായിരുന്നു. അത് തന്നെയല്ല കോസ്റ്റ്യൂം നിങ്ങളുടെ, അയ്യോ സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതിനൊരു കൈയ്യടി വേറെ കൊടുക്കണം എന്തായാലും. കാരണം നിങ്ങൾ കൈ പൊക്കിയാലും കൈ താത്തിയാലൊക്കെ വേറെ വേറെ ഡിസൈനായിട്ട് തോന്നും. കാരണം ഈ വര, ക്രോസ് ഉള്ള വര ഭയങ്കര രസമായിട്ടുണ്ട് ഈ കോസ്റ്റ്യൂമിന്. ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഞാൻ ഒറ്റ കാര്യം, നമ്മുടെ സെറ്റ് വർക്കിനും അതുപോലെ ഇതിനു വേണ്ടിയിട്ട് ഈ കോസ്റ്റ്യൂം ഉൾപ്പെടെയുള്ള കാര്യത്തിന് വേണ്ടി വന്ന ആൾക്കാരുണ്ടല്ലോ, ഒളിച്ചിരിക്കുന്ന ആൾക്കാർ വരും, ഇവർക്കാണ് കൈയടി കൊടുക്കേണ്ടത്. അതെ അതെ അതെ. അപ്പോ നിങ്ങൾക്കുള്ള സമ്മാനങ്ങൾ വരുന്നുണ്ട്. ഹൈബറിൽ ഷർട്ടുകൾ വരുന്നുണ്ട്. ഇനി ഹരിതത്തിന്റെ ഫുഡ് കിറ്റാണ്. അതായത് ഈ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഫുൾ ഐറ്റം ഉണ്ട്. പാലട ഉണ്ട്, ജാം ഓണത്തിനല്ല, എപ്പോൾ വേണേലും ഉപയോഗിക്കാം. പിന്നെ ബാക്കി എല്ലാ മസാലയും പുട്ടുപൊടിയും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണ്ടി ഈ ഒരു സ്പെക്ടക്കിൾ ഒരുക്കുന്ന ഇവർക്ക് വേണ്ടി നല്ലൊരു കാര്യം. താങ്ക് യു ടീച്ചർ, താങ്ക്സ് എ ലോട്ട്. നിങ്ങൾക്ക് എല്ലാവരും കേട്ടോ, നന്ദി. താങ്ക് യു. പ്ലീസ്.